എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആഗോള പ്രശസ്തി ആർജിച്ചിട്ടുള്ള ശബരിമല എന്ന ദേശീയ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട വളരെ വേദനാജനകമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. അയ്യപ്പ ഭക്തന്മാരുടെ ഏറ്റവും കൂടുതൽ മാനസികമായി വേദന ഉണ്ടാക്കിയ ചില സംഭവങ്ങളാണ് അവിടെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്കൊരു വിശകലനം നടത്താൻ വേണ്ടിയാണ് ഇന്ന് ഇതേ രീതിയിൽ നമുക്ക് വീണ്ടും ഒന്ന് കാണണം എന്ന് വിചാരിച്ചതും ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതും. നമുക്കറിയാം, ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ശബരിമല തീർത്ഥാടന കേന്ദ്രം ഇന്ന് ആഗോള പ്രശസ്തമായി നിൽക്കുന്ന അവസരത്തിലാണ് വളരെയധികം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് ശബരിമലയിൽ എത്തി സായുജ്യമടയുന്നത് എന്ന് നമുക്കറിയാം. പൊന്നമ്പല വാസനായി മാറിയ ഭഗവാൻ സന്നിധിയിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന വിവാദങ്ങളും അതില് ദേവനെ തന്നെ കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ദേവസ്വം ബോർഡിന്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് തട്ടിപ്പ് നടത്തുന്ന കള്ളന്മാരും കാപാലികരുമായിട്ടുള്ള ആളുകളുടെ വിവിധ കഥകളും വിവിധ ദൃശ്യങ്ങളുമാണ് നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് ഇന്ന് ദൃശ്യ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ വേദനാജനകമായിട്ടുള്ള കഥകൾ കേൾക്കുമ്പോൾ അത് ഭക്തരെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ പറയേണ്ട വരുന്ന ആളുകൾക്ക് മൗനം ദീക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കടന്നുപോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് തന്നെ, അതിലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിനു വേണ്ട കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ചെമ്പിനെ സ്വർണമാക്കുകയും സ്വർണത്തെ ചെമ്പാക്കുകയും മാറ്റുന്ന വിവിധ രാസപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതാണ്ടൊരു 1/4 നൂറ്റാണ്ടായിട്ട് അവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള ഒരു അന്വേഷണം ഇന്ന് നമ്മുടെ ആളുകളെ സംബന്ധിച്ച്, ഭക്തരെ സംബന്ധിച്ച് വേണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. 1/4 നൂറ്റാണ്ടായിട്ട് അയ്യപ്പ ഭക്തന്മാരുടെ വർധനവ് വന്നതിനോടൊപ്പം തന്നെ ഇതേ രീതിയിലുള്ള തട്ടിപ്പിന്റെ വ്യാപ്തിയും വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അയ്യപ്പ ഭക്തന്മാർക്ക് കൊടുക്കുവാൻ മാത്രമല്ല ചോദിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് അയ്യപ്പന്റെ സ്വർണ കവചം അല്ലെങ്കിൽ സ്വർണം അടുക്കടുക്കായിട്ട് അതിൽ പൊതിഞ്ഞിട്ടുള്ള ആ സ്വർണ പാളികളാണ് ഇന്ന് ഭഗവത് സന്നിധിയിൽ നിന്ന് ശ്രീകോവിലിന്റെ ഭാഗത്തെ ദ്വാരപാലകരുടെ ആ ഭാഗത്ത് വെച്ചിരുന്ന സ്വർണപ്പാളികളാണ് ശരിക്കും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി ശബരിമലയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്പോൺസർ ഏജന്റന്മാരും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെയധികം ആളുകളും ഇന്ന് നമ്മളെ എത്ര മാത്രമാണ് മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഭക്തൻ നടക്കി വെക്കുന്ന ഒരു വഴിപാട് സാധനം ആ ഭക്തൻ തന്നെ തിരിച്ചവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു പ്രതിഭാസമാണ് നമുക്കൊട്ടും മനസ്സിലാകാതെ പോയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ദേവനായാലും ദേവിയായാലും മൈനർ ആയതുകൊണ്ട് അവരുടെ ഒന്നും വസ്തുക്കൾ വിൽക്കുവാനോ അങ്ങനെയുള്ള കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യവസ്ഥയും നിലനിൽക്കാത്ത അവസരത്തിലാണ് ഇതേ രീതിയിലുള്ള കള്ളന്മാരും കൊള്ളക്കാരും തട്ടിപ്പുകാരുമായിട്ടുള്ള ആളുകളെ കൊണ്ട് ശബരിമല ഭഗവാന്റെ 4 സൈഡിലും ഇതേ രീതിയിലുള്ള ആളുകൾ നിന്നുകൊണ്ട് മുതലുകൾ തട്ടിക്കൊണ്ടു പോകുന്നത് കാണുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ വളരെ വേദനയോടുകൂടി തന്നെയാണ് അതിനെ കാണുന്നത്. 1998 വിജയമല്യ എന്ന് പറയുന്ന ഒരു വ്യവസായി UV ഗ്രൂപ്പിന്റെ ഓണറായിട്ടുള്ള വിജയമല്യ, നമുക്കറിയാം, സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള 30.300 കിലോ സ്വർണമാണ് അയ്യപ്പ ഭഗവാന്റെ ശ്രീകോവിലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരപാലകർ ഉൾപ്പെടെ അത് പൊതിയുന്നതിന് വേണ്ടി ഇവിടെ ഹാജരാക്കിയത്. അന്നത്തെ കാലത്തെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 18 കോടി 19 കോടി രൂപയുടെ മുതലാണ്
അന്ന് ഭഗവാൻ കൊണ്ട് സമർപ്പിച്ചത് എന്ന് നമുക്കറിയാം. ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ അതിന്റെ മൂല്യം പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് വളരെ ബോധവാന്മാരായി മാറുന്നത് എന്നുള്ളതിന് സംശയം വേണ്ട. ഇന്നലെയൊക്കെ നമുക്കറിയാം ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചറിയാം. 750 കിലോ സ്വർണം പൂശിയിട്ടുള്ള സുവർണ ക്ഷേത്രത്തെ സംബന്ധിച്ചുമൊക്കെ ആളുകൾ പല അവസരങ്ങളിൽ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് നമുക്കറിയാം. വർഷങ്ങളായിട്ട് 1926 അന്ന് സ്വർണം പൊതിഞ്ഞ സുവർണ ക്ഷേത്രത്തിന് യാതൊരു കോട്ടവും ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ 30.300 കിലോ സ്വർണം വെച്ച് പൊതിഞ്ഞിട്ടുള്ള ഒരു ശ്രീകോവിലിന്റെ ദ്വാരപാലകരുടെയൊക്കെ ആ തകിടിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ മായാവിദ്യകളെ സംബന്ധിച്ചാണ് നമ്മൾ ബോധവാന്മാരാകേണ്ടത്. അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് അവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ധനമന സമർപ്പിക്കുന്ന ഓരോ വഴിപാടുകൾക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യം ഉണ്ട് എന്ന് നമ്മൾ ധരിക്കണം. പക്ഷേ UB ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ നമുക്കറിയാം ഏറ്റവും വലിയ വ്യവസായിയായിട്ടുള്ള വിജയ് മല്യയുടെ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം. ഭഗവാനെ വക്രിക്കാൻ വരുന്ന ഒരാൾ പോലും ഭഗവാൻ ഇന്ന് വരെ നേരെ നടത്തിയ ഒരു ചരിത്രമില്ല എന്നുള്ളത് കൊണ്ട് ഈ ഭാരത മഹാരാജ്യം പോലും വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വിജയ് മല്യയ്ക്ക് പോലും ഉണ്ടായത് നമ്മുടെ കണ്ണിൽ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ആളുകളെയും കഴിഞ്ഞ അരനൂറ്റാണ്ടായിട്ട് പരിശോധിച്ചാൽ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് എന്ത് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എങ്കിലും അവരുടെ കുടുംബം പോലും ഇന്ന് നാമാവിശേഷമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കണ്ടുവരുന്നത്. അത് നമ്പൂതിരിയായാലും നായരായാലും അല്ലെങ്കിൽ മറ്റ് മതസ്ഥരായാലും ആരാധനയുമായി ബന്ധപ്പെട്ടവരായാലും ആരായാലും ശരി, അവരെ എല്ലാം സംബന്ധിച്ച് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഭഗവാന്റെ സ്വത്ത് തട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, കൊടിമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഭഗവാന്റെ വാഹനം പ്രതിഷ്ഠിച്ചിരുന്നു. ആ കൊടിമരം മാറ്റിയ സമയത്ത് ആ വാജി വാഹനം അത് മുകളിൽ നിന്ന് താഴെ ഇറക്കിയ സമയത്ത് അത് എടുത്തുകൊണ്ട് പോയതിനെ സംബന്ധിച്ച് യാതൊരു കഥകളും അറിയാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ തന്നെയാണ് ഈ വിഷയം വീണ്ടും കഴിഞ്ഞ ഒരു മാധ്യമ ചാനലിലെ ചർച്ചയിൽ അത് അവതരിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ അതിന് തന്ത്രി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കൈവശം അതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമുക്ക് ഒട്ടും മനസ്സിലാകാത്തത്. കാരണം അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏത് തന്ത്രിക്ക് ഏത് തന്ത്രശാസ്ത്രത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെയുള്ള ആ വിഗ്രഹങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും ലോപം സംഭവിച്ചാൽ അത് തടിയാണ് എങ്കിൽ അത് അഗ്നിക്കിരയാക്കണമെന്നും, അതല്ല ലോകമാണ് എങ്കിൽ അത് ഉരുക്കിയിട്ട് ഒരു ക്ഷേത്രത്തിലുള്ള മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ശ്രീകോവിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നിരിക്കെ ഏത് തന്ത്രശാസ്ത്രത്തിന്റെ പ്രകാരമാണ് അത് തന്ത്രി അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയി എന്ന് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു വിഷയത്തിന് ഇന്നലെയാണ് അതിന് ഒരു സത്യസന്ധമായ മറുപടി തന്ത്രിക്ക് പറയേണ്ടതായിട്ട് വന്നത്. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ഭക്തജനങ്ങളായാലും അവർക്ക് അവരുടേതായിട്ടുള്ള തത്വശാസ്ത്രങ്ങളുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അത് ദൈവികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരാൾ പോലും അനുഭവിക്കത്തില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള മറ്റു സംഭവങ്ങളും അവിടെ ഉണ്ട്. നമുക്കറിയാം, അവിടെ വർഷങ്ങളായിട്ട് അപ്പവും അരവണയും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വലിയ വാർപ്പുകൾ ഉണ്ടായിരുന്നു. ഡസൻ കണക്കിന് വാർപ്പുകൾ അതിൻ്റെ ഉപയോഗം നടത്തിയതിന് ശേഷം അവിടെ മിഷണറീസും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അത് പല സ്ഥലത്തായിട്ട് വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. നമുക്കറിയാം, ചെങ്ങന്നൂരിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള താഴികക്കുടത്തിൽ ഇറിഡിയം കണ്ടെത്തിയ കഥ നമുക്കറിയാം. വിദേശത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സാർലൈറ്റ് ഇറിഡിയം കണ്ടെത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പഴയുള്ള രാജാക്കന്മാരുടെ കാലത്ത് അവരുണ്ടാക്കുന്ന മെറ്റലുകളിൽ ഇറിഡിയം ഉൾപ്പെടെയുള്ള പല അമൂല്യ സ്വത്തുക്കളും വെച്ചുകൊണ്ടാണ് താഴികക്കുടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ആ താഴികക്കുടങ്ങളിലൊക്കെ അത് ഇടിമിന്നലേക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള വിവിധ കാര്യങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതിനെയൊക്കെ അങ്ങനെയുള്ള
പല ക്ഷേത്രങ്ങളും ഉള്ളപ്പോൾ കാനന ക്ഷേത്രമായിട്ടുള്ള ശബരിമലയിലും അങ്ങനെ ഒരു ശ്രീകോവിലിന്റെ മുകളിലെ താഴികക്കുടമാണ് എന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. ആ താഴികക്കുടം പോലും മുകളിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് അത് തന്നെയാണോ തിരിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പോലും ഇന്ന് സംശയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് വന്നെത്തിയിട്ടുള്ളത്. അവിടെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ മണികൾ, കിലോ കണക്കിന് തൂക്കമുള്ള മണികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഈ സ്ഥിതി എന്താണ്, ഇന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാമോ എന്നുള്ളതാണ് സംശയം. അങ്ങനെ അമൂല്യമായ, മൂല്യം നിറഞ്ഞ വളരെയധികം സ്വത്തുക്കളാണ് ഭഗവത് സന്നിധിയിൽ നിന്ന് പലരായിട്ട് മാറ്റിയിട്ടുള്ളത് എന്ന് ഇന്ന് നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളും വായിക്കുമ്പോൾ നമുക്ക് സംശയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോയിട്ടുള്ളത്. ഏതൊരു ഭക്തൻ അതിന് സംശയിച്ചാലും അതിന് കുറ്റം പറയാൻ സാധ്യമല്ലാത്ത സംശയങ്ങളാണ് ജനങ്ങളെ സംബന്ധിച്ച് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര് ഓരോരുത്തരും സന്നിധാനം പോലും കണ്ടിട്ടില്ലാത്തവര് അതിനുള്ള ചർച്ചകൾ നയിക്കുമ്പോഴാണ് നമുക്കതിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്നത്. എന്താണ് ശ്രീകോവിൽ, എന്താണ് അതിന്റെ ദ്വാരപാലകർ, എന്താണ് സന്നിധാനം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അയ്യപ്പ ഭഗവാൻ എന്താണ്, അതിന്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്താണ് എന്നൊന്നും അറിയാതെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിതെറ്റിച്ച് ആളുകളെ, ഭക്തജനങ്ങളെ, അവരുടെ മനസ്സിനെ പോലും തെറ്റിക്കുന്ന രീതിയിലുള്ള ചില ചർച്ചകളും കാണുമ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. നമുക്കറിയാം, അവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മറ്റു പല സംഭവങ്ങളും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് അവിടെ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് സംഘടനാ പ്രവർത്തകരോടൊക്കെ തന്നെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ള വളരെയധികം തട്ടിപ്പുകൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഇപ്പോൾ സ്വർണ്ണപ്പാളിയും അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ള അയ്യപ്പന്റെ ദ്വാരപാലകരുടെ ശില്പത്തിൽ പൊതിഞ്ഞിട്ടുള്ള ആ തകിടുകൾ അതിനെ സ്വർണം മാറി ചെമ്പായി മാറുന്ന പ്രതിഭാസങ്ങൾ നമുക്ക് കാണുവാനിട വന്നത്. ഇത് വളരെ വേദനാജനകമായിട്ടുള്ള സംഭവമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇതിനെ ദേവസ്വം ബോർഡ് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു മുതൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അത് പമ്പ പോലീസ് സ്റ്റേഷനിൽ അതിന് വേണ്ട കേസ് ഫയൽ ചെയ്യുകയും അതിന് FIR ഇട്ടുകൊണ്ട് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും അയ്യപ്പ ഭക്തന്മാര് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഓരോ പ്രവൃത്തികളാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ടാത്ത കാര്യവുമാണ്. നമുക്കിവിടെ അറിയാം എങ്ങനെയൊക്കെയാണ് തട്ടിപ്പുകൾ നടത്തിയ ആ ഒരു ഭാഗത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഏജന്റായിട്ട് അല്ലെങ്കിൽ സ്പോൺസർമാരെ കണ്ടെത്തുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മെമ്പർമാർ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചില ആളുകളെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള നടത്തുന്ന ചില വേലകളെ സംബന്ധിച്ചാണ് ഇതിന്റെ ഒന്നാമത്തെ വിഷയം പുറത്തു വരേണ്ടത്. കാരണം ഇത് ആദ്യമേ എന്ന സമയത്ത് ഒരു ബാലൻ എന്ന് പറയുന്ന ഒരാള് ഈ ഏജന്റായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം ഒരു രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആള് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തെ കഞ്ചാവും കള്ളുമായിട്ട് സന്നിധാനത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് അതുപോലും കേസെടുക്കുവാൻ സമ്മതിക്കാതെ ഒതുക്കി തീർത്ത വലിയ മേലാളന്മാരായിട്ടുള്ള ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ പുതിയ ഒരു അവതാരമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ എത്തിച്ചേർന്നത്. ഒരു മേൽശാന്തിയുടെ കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് എത്തിക്കൊണ്ട് നമുക്കറിയാം കാണിച്ച വേലത്തരങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹമൊക്കെ വെറും തട്ടിപ്പുകൾ മാത്രമാണ് ഇതിന്റെ പിന്നിൽ വലിയ വലിയ ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ഒരു ഉണ്ണികൃഷ്ണന്റെ കയ്യിലേക്ക് ഭഗവാന്റെ സ്വത്ത് കൊടുത്തുവിടുന്ന ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ദേവസ്വത്തിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് കള്ളന്മാരായിട്ട് ജോലി ചെയ്യുന്ന ഒരുപറ്റം ആളുകളുടെ കൈകളിലാണ് കള്ളനെ കാവലേൽപ്പിച്ച് നിർത്തുന്നത് പോലെയാണ് ഇപ്പോൾ ശബരിമലയിലെ ഓരോ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഉണ്ണികൃഷ്ണനെ ദേവസ്വത്തിന്റെ ആളുകൾ വിശ്വസിച്ചേൽപ്പിച്ചപ്പോൾ ആചാര ലംഘനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇത് 39 ദിവസമാണ് സന്നിധാനത്തു നിന്ന് ഇറക്കി വിവിധ സ്ഥലങ്ങളിലെ വിവിധ വീടുകളിലൊക്കെ കൊണ്ടുപോയി വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലുള്ള പാളികൾ പുനർനിർമ്മിച്ചുകൊണ്ടാണ് മദ്രാസിലുള്ള ഈ സ്വർണം പൊതിയുന്ന കമ്പനിയിൽ ഇത് എത്തിച്ചത് എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
കാരണം ഇത് പുതിയ നിർമ്മാണം നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് അത് തിരിച്ചു കൊണ്ട് വെച്ച സമയത്ത് അതിന്റെ പീഠവും ഈ രീതിയിലുള്ള പാളികളും തമ്മിൽ ചേരാതെ പോയതും അദ്ദേഹം തന്നെ അവിടെ നടക്കി വെച്ച ഒരു പീഠം കാണാനില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നതും അതുമായി ഭഗവാൻ തന്നെ അവിടെ അവതരിക്കുന്നതും അതിനെ വീണ്ടും അത് കണ്ടെത്തിക്കൊണ്ട് ഇതിന്റെ എല്ലാ കള്ളികളും വെളിച്ചത്ത് വരത്തക്ക രീതിയിലുള്ള തെളിവുകൾ ഭഗവാൻ സന്നിധിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതും എല്ലാം ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അയാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ഞാൻ ഒരിക്കലും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനയാൾ അർഹനല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണന്റെ ബാക്ക്ഗ്രൗണ്ടുകളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ വളരെ ഭയാനകരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് അദ്ദേഹത്തിനുള്ളത്. വളരെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അദ്ദേഹം മന്ത്രി വരെ ആയിട്ട് ചർച്ച ചെയ്യുന്ന ഫോട്ടോയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് മാധ്യമങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും അയാളെ അറിയില്ല, അയാൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും മന്ത്രിമാരും ഒക്കെ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു പോന്നു എന്നുള്ള ഒരു കള്ളത്തരവും മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഭക്തർ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിവിധ വീടുകളിൽ എത്തിച്ച് സിനിമാ നടന്മാരുടെ വീടുകളിൽ പോലും കൊണ്ടുപോയി അതിന് പൂജ നടത്തി കോടികൾ തട്ടിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഓരോ ആളുകളും മുന്നിൽ വരേണ്ട ഒരു അവസ്ഥ ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇത് ക്രിമിനൽ കേസ് തന്നെ എടുത്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് എല്ലാ ആളുകളും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, അവിടെ നിന്ന് ഇളക്കി മാറ്റിയ സമയത്ത് അവിടെ പ്രധാനപ്പെട്ട ആളുകളെ മാത്രം നിർത്തിക്കൊണ്ടാണ് അത് ഇളക്കി മാറ്റിയത്. കോടതിയിൽ നിന്ന് നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ ഒരു കാരണവശാലും അറിയരുത് എന്നുള്ള രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടത്തി ആരും അറിയാതെ പുനഃപ്രതിഷ്ഠ നടത്തുവാനുള്ള ആ നീക്കത്തിന് തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിന്നു എന്നുള്ള ഗുരുതരമായ ഒരു ലംഘനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പ്രധാനപ്പെട്ട തന്ത്രിമാർ തന്നെ പറയുന്നു ദേവന്റെ ഒരു സ്വത്തും പുറത്തു പോകുവാനായിട്ട് അനുവദിക്കാൻ പാടില്ല, അതൊരിക്കലും ചെയ്യരുത് എന്ന് പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അവിടെ കിട്ടുന്ന ഓരോ വഴിപാടുകളെ സംബന്ധിച്ചും അതിനകത്ത് നടക്കുന്ന തട്ടിപ്പ് വിദ്യകൾ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും പറഞ്ഞിട്ടുള്ള വീഡിയോ റെക്കോർഡ് പോലും നമ്മുടെ കൈവശം ഇന്ന് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നു. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതെല്ലാം ഇതാര് ചോദിച്ചാലും അവരുടെ മുന്നിലുള്ള അഭിപ്രായങ്ങൾ ആരെയും നമ്മളിത് കേൾപ്പിച്ചു കൊടുക്കുവാനായിട്ട് ബാധ്യസ്ഥനായതുകൊണ്ട് അതുവരെ കരുതി വെച്ചുകൊണ്ട് തന്നെയാണ് ഇതേ രീതിയിലുള്ള വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത്. കാരണം തട്ടിപ്പിന്റെ മുഖം അത്ര ഭീകരമാണ്, ഭയങ്കരമാണ്. അങ്ങനെയുള്ള തട്ടിപ്പുകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2018 തന്നെ ഒരു വലിയ സംഭവം ഉണ്ടായത് ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോടത് സൂചിപ്പിക്കുകയാണ്. അവിടെ ശബരിമലയിലെ നെയ്യ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക വഴിപാട് സാധനത്തിന് അവിടെ ഇല്ലായ്മ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, എത്ര മാത്രം വലിയ തീവട്ടിക്കൊള്ളയാണ് അവിടെ നടക്കുന്നത് എന്ന്. അത് അന്നുള്ള 2018 പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ ആ വിഷയത്തെ സംബന്ധിച്ച് നെയ്യ് പുറത്തുനിന്ന് കയറ്റണമെന്ന് ഉദ്യോഗസ്ഥന്മാരോട് ചർച്ച ചെയ്ത സമയത്ത്, അതുപോലെ വിജിലൻസിലുള്ള ആളുകൾ തന്നെ അവർ പറഞ്ഞു എങ്ങൊന്നും ഈ സാധനം കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ആ സാധനം നമുക്ക് അത് സാറ് നേർക്ക് നേരെ നിന്നാൽ അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് നമുക്കറിയാൻ കഴിഞ്ഞു. കാരണം അവിടെ നെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് ആ നെയ്യ് അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി മറ്റുള്ള ആളുകൾക്ക് വീണ്ടും അഭിഷേകത്തിന് കൊടുത്തുകൊണ്ട് 10-ന്റെയും 5-ന്റെയും 2-ന്റെയും 1-ന്റെയും 500-ന്റെയും 100-ന്റെയും ഒക്കെ ടിന്നുകളിലാക്കി വലിയ കൊള്ള നടത്തുന്ന ഒരു സംഘം തന്നെ അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കപ്പെട്ടതാണ്. കാരണം അദ്ദേഹം ഇത് അന്വേഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഡ്രസ്സുമൊക്കെ മാറി ഭസ്മക്കുളത്തിന്റെ ഭാഗത്തായിട്ട് പോയി ഇരിക്കുന്ന അവസരത്തിലാണ് 4 ജാറുകളിലായിട്ട് നെയ്യ് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന രംഗം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം അവിടെ പഴയ ഒരു ദേവസ്വം ബോർഡ് ബിൽഡിങ്ങിനകത്ത് ഇത് കൊണ്ടു കയറുന്നത് കണ്ടുകൊണ്ട് അതിന്റെ പുറകെ കയറി കതവ് കുറ്റിയിട്ടുകൊണ്ട് അകത്ത് കയറി പരിശോധിച്ചപ്പോൾ അവിടെ ടാങ്കിൽ അന്ന് കരുതിയിരുന്നത് 2000 ലിറ്ററിന് മുകളിൽ നെയ്യാണ്. അതിന് കേസെടുക്കാനായിട്ട് തുനിഞ്ഞപ്പോൾ ഉന്നത ആളുകൾ ഇടപെട്ടുകൊണ്ട് അതിന് കേസെടുക്കരുത്, ഭക്തജനങ്ങൾ ഇത് അറിയരുത്, മാധ്യമങ്ങൾ അറിയരുത് എന്നുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ആളുകളുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായത്. വലിയ വലിയ മേലാളന്മാരുടെ ഭാഗത്തു നിന്നുള്ള തടസ്സമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം അതിന് ചെയ്തത്, ഒരു ഭക്തനായതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തത് അത്രയും 2000 ലിറ്റർ നെയ്യും അവിടെ കൊണ്ടുവന്ന് തിരിച്ച തോണിയിലേക്ക് ഒഴിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഷോർട്ടേജ് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റി എന്നുള്ളതാണ്
നമ്മളത് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് 2008-2009 ഈ കോടതിയുടെ നിരീക്ഷകൻ തന്നെ പറയുന്നുണ്ട്, അവിടെ നെയ്ത്തേങ്ങ അവിടെ പൊട്ടി അല്ലെങ്കിൽ നെയ്ത്തേങ്ങയുടെ വഴിപാട് സമർപ്പിച്ചതിന് ശേഷം അവിടെ ഇട്ട നാളികേരം, ആ നാളികേരം കൊണ്ടുപോയി അത് ഉണങ്ങുന്ന സ്ഥലത്തിട്ടത് അദ്ദേഹം അവിടെ പോയി ഉണങ്ങിയ നാളികേരം ഉൾപ്പെടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് തീക്കുണ്ടത്തിൽ കൊണ്ടിട്ട ആ ആഴിയിൽ കൊണ്ടിട്ട കഥയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അദ്ദേഹം അത് പറയുകയുണ്ടായി. അങ്ങനെ ഒരു രീതിയിലുള്ള തട്ടിപ്പല്ല, വിവിധ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് വളരെ വേദനാജനകമായിട്ടുള്ള ഓരോ സംഭവങ്ങളുമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏത് രീതിയിൽ ഒരാൾ നിന്നാലും അവിടെ ഒരു മേൽശാന്തി വന്നാൽ അല്ലെ അതുമായി ബന്ധപ്പെട്ട് പമ്പയിലും സന്നിധാനത്തും മാളികപ്പുറത്തുമുള്ള മേൽശാന്തിയുടെ അതിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരും പരാതി പറഞ്ഞിട്ടുള്ളത്. അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ എല്ലാ രീതിയിലുള്ള വേലത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ചെറിയതിൽ നിന്ന് വലിയ 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 കള്ളന്മാരായിട്ടുള്ള മുകളിൽ വരെയുള്ള കള്ളന്മാരും കൂടെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു കക്കലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭഗവാൻ അയ്യപ്പനെ സ്ഥിതിയെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു, എല്ലാം നീ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈ നേരെ വെച്ച് കൊടുക്കുന്നുണ്ട്, നീ എല്ലാം എടുത്തോളൂ എന്ന്. മറു സൈഡിൽ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കട്ട് കഴിഞ്ഞാൽ അവന്റെ ഉച്ചയ്ക്ക് ഞാൻ അടിക്കും എന്ന് പറയുന്ന ഒരു പ്രതീതിയിലാണ് ഭഗവാൻ അവിടെ സന്നിധാനത്തിരിക്കുന്നത്. ആ ഒരു ഭഗവാന്റെ മുന്നിലാണ് ഈ കള്ളത്തരങ്ങളും കാപട്യവും നിറഞ്ഞ് ഈ വിഷയവുമായിട്ട് ആളുകൾ വന്നിട്ടുള്ളത്. ഇത് വളരെ വീണ്ടും പറയുന്നു, ഈ കാട്ടിക്കൂട്ടിയ ഇത് ഒന്ന് മാത്രമല്ല, ഇതിൽ കൂടുതൽ വിഷയങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് അവതരിപ്പിക്കാം. ഇതേ രീതിയിലുള്ള കള്ളക്കമ്മട്ടങ്ങളുടെ ഏറ്റവും വലിയ ഒരു സങ്കേതമായിട്ട് ഇത് മാറി എന്ന് പറയുമ്പോൾ അത് ശുദ്ധീകരിക്കേണ്ട കടമയുള്ളത് അയ്യപ്പ ഭഗവാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ ഇടപെടലിലൂടെ ഉണ്ടായത്. ഇത് പൂർണ്ണമായിട്ടും ഈ കള്ളന്മാരെ, ഭക്തിയുള്ളവരെ അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സകല കള്ളന്മാരെയും ഈ സന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ വനാന്തരങ്ങളിലെ ഈ 18 മലകൾക്കുള്ളിലെ ഈ പുണ്യക്ഷേത്രങ്ങളിൽ നിന്ന് അടിച്ചിറക്കി കടമാന്റെ ചാണകം വാങ്ങി കലക്കി തളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ഈ ഭക്തജനങ്ങള് അല്ലെങ്കിൽ ഇത് ഉദ്യോഗസ്ഥന്മാര് നിയമപാലകരത് ചെയ്തില്ല എങ്കിൽ ഈ നാട്ടിലെ ഭക്തജനങ്ങള് അത് ചെയ്യുന്നതിന് സമയം അതിവിദൂരമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇത് വലിയ ഒരു വിഷയത്തിന്റെ ചെറിയ തുടക്കം മാത്രമാണ്. ഇതൊരു മലയുടെ ഒരു മൂല മാത്രമാണ് ഉരുകിയിട്ടുള്ളത്. ഇതൊരു മഞ്ഞുമലയുടെ വലിയൊരു ഭാഗം ഉരുകാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കോടീശ്വരന്മാരായിട്ടുള്ളവര് വെള്ളമിറങ്ങാതെ ചാവുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കത്തില്ല. ഒരു മന്ത്രിക്കും സാധ്യമല്ല, ഒരു പ്രസിഡന്റിനും സാധ്യമല്ല, ഒരു മെമ്പർമാർക്കും സാധ്യമല്ല, ദേവസ്വത്തിന്റെ ഒരു ഉദ്യോഗസ്ഥന്മാർക്കും സാധ്യമല്ല, അവിടെ നിൽക്കുന്ന വാച്ചർക്ക് പോലും സാധ്യമല്ല എന്നുള്ളത് 100% ഉറപ്പാണ് എന്ന് നമുക്ക് ഓരോ സംഭവങ്ങളും കാണുമ്പോൾ മനസ്സിലാകും. അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള നിങ്ങൾ ഇത് എല്ലാ ആളുകളിലേക്കും ഈ കാര്യങ്ങളെ സംബന്ധിച്ച്, ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ആളുകൾ അറിയുന്നതിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. പരമാവധി ആളുകൾ കാണാനുള്ള അവസ്ഥ ഉണ്ടാകണം. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ തെളിവായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഞാൻ ആ തെളിവുകൾ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആരതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാലും ഈ കാര്യങ്ങളെല്ലാം ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.